ഖരീഫിനായി പ്രചാരണം കൊഴുക്കും. ഒരു ദിവസത്തേക്ക് 3.200 റിയാൽ മാത്രം. മസ്കത്ത് വിമാനത്താവളത്തിൽ ഏകീകൃത പാർക്കിംഗ് സൗകര്യം. സലാലയിൽ ഒമാനി ബഹ്റൈനി ഉൽപ്പന്ന പ്രദർശനം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകാൻ പൈതൃക ടൂറിസം മന്ത്രാലയം ഈ സീസണിലെ ദോഫാർ ഖരീഫ് ടൂറിസം ക്യാമ്പയിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചു. ദോഫാർ ഒരു വേറിട്ട അനുഭവം എന്ന പ്രമേയത്തിലാണ് പ്രചാരണ പരിപാടികൾ. ദോഫാർ ഗവർണറേറ്റ് ഓഫീസ്, ദോഫാർ മുനിസിപ്പാലിറ്റി എന്നിവരുമായി സഹകരിച്ചാണ് ഈ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രകൃതി ഭംഗിയും തണുത്ത കാലാവസ്ഥയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട വേനൽക്കാല സങ്കേതമായി ദോഫാറിനെ മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക, ഹോട്ടൽ ബുക്കിംഗുകൾ വർദ്ധിപ്പിക്കുക, സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുക എന്നിവ ലക്ഷ്യമിട്ട് തന്ത്രപരമായ വിപണന പദ്ധതികളാണ് മന്ത്രാലയം ആവിഷ്കരിക്കുന്നതെന്ന് ദോഫാറിലെ പൈതൃക ടൂറിസം ഡയറക്ടറേറ്റ് ജനറൽ പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ വ്യക്തമാക്കി. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കായി ആകർഷകമായ ഏകീകൃത പ്രതിദിന പാർക്കിംഗ് നിരക്ക് പ്രഖ്യാപിച്ച് ഒമാൻ എയർപോർട്ട്സ്. പുതിയ ഓഫർ പ്രകാരം യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ P1, P2 പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരു ദിവസത്തേക്ക് വെറും 3.200 ഒമാനി റിയാൽ നിരക്കിൽ ഉപയോഗിക്കാം. ഓഗസ്റ്റ് 30 വരെയാണ് പ്രത്യേക ഓഫറിന്റെ കാലാവധി. യാത്ര പുറപ്പെടുന്നവർക്ക് കൂടുതൽ സൗകര്യപ്രദവും ആശ്വാസകരവുമായ പാർക്കിംഗ് ഓപ്ഷനുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിമിത കാലത്തേക്കുള്ള ഈ ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രൊമോഷൻ വഴി വാഹന ഉടമകൾക്ക് P1 അല്ലെങ്കിൽ P2 പാർക്കിംഗ് ഏരിയകളിൽ ഏത് വേണമെങ്കിലും ഒരേ നിരക്കിൽ തിരഞ്ഞെടുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. നേരത്തെ P1, P2 പാർക്കിംഗ് ഏരിയകളിൽ മണിക്കൂർ അടിസ്ഥാനത്തിലാണ് തുക ഈടാക്കിയിരുന്നത്. P1ൽ ഒരു ദിവസത്തെ പരമാവധി തുക 3.200 ഒമാനി റിയാലും P2വിൽ പ്രതിദിന നിരക്ക് പരമാവധി 5.300 ഒമാനി റിയാലുമായിരുന്നു. രണ്ട് പ്രീമിയം ലോട്ടുകളിലും ഓഗസ്റ്റ് 30 വരെ 3.200 ഒമാനി റിയാലിൽ പാർക്കിംഗ് അനുവദിച്ചിരിക്കുകയാണ്. അതേസമയം ദീർഘകാല പാർക്കിങ്ങിനായുള്ള P5, P6 ലോട്ടുകളിൽ മറ്റു നിരക്കിലുള്ള മറ്റ് ഓഫറുകളും ലഭ്യമാണ്. ഒമാനി ബഹ്റൈനി ഉൽപ്പന്നങ്ങളുടെ 9ാമത് എഡിഷൻ പ്രദർശനത്തിന് സലാലയിൽ തുടക്കമായി. ഖരീഫ് ദോഫാറിനോടനുബന്ധിച്ച് ഒമാനി ബഹ്റൈനി ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷനും ഒമാനിലെ ബഹ്റൈൻ എംബസിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രദർശനം ഒരാഴ്ചയോളം നീളും. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. സംരംഭകർക്കും ഉപഭോക്താക്കൾക്കുമിടയിൽ നേരിട്ടുള്ള വിപണന സാധ്യതകൾ തുറക്കുന്നതിലൂടെ ഒമാനും ബഹ്റൈനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ ഈ പ്രദർശനം സഹായിക്കും. 30ഓളം ചെറുകിട ഇടത്തരം സംരംഭകരാണ് മേളയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി എത്തിയിട്ടുള്ളത്. ആധുനിക വസ്ത്രങ്ങൾ, പെർഫ്യൂമുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഒമാനി കുന്തിരിക്കം, പരമ്പരാഗത ഒമാനി ഹൽവ, ആഭരണങ്ങൾ, പൈതൃക കരകൗശല വസ്തുക്കൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ വിപുലമായ ഉൽപ്പന്നങ്ങളുടെ ശേഖരം മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.